ബൈടെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡിൻ്റെ ചെയിൻ സ്പോട്ട് കിറ്റ് മാറ്റുന്നതാണ്. ചെയിൻ സ്പോട്ട് കിറ്റ് മാറ്റുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ചെയിൻ സ്പോട്ട് കിറ്റ് എങ്ങനെ മാറ്റാം നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് അതിൻ്റെ വീലൊന്ന് അയച്ചെടുക്കണം. റിയർ വീല് ആദ്യം വീലിനട്ടൊന്ന് അയച്ചെടുക്കണം. ഡ്യുവൽ ചാനൽ ABS ആണ് ഈ വണ്ടി. വീൽ ഊരി കഴിഞ്ഞ ശേഷം ബ്രേക്കിന് നെട്ടൊന്ന് ലൂസാക്കണം. ബ്രേക്ക് ലൂസാക്കി അഴിച്ചെടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോപ്പർ കേരിയർ പ്ലേറ്റിൻ്റെ ബ്രേക്ക് പ്ലേറ്റിൻ്റെ സ്റ്റോപ്പർ നെട്ടൊന്ന് അഴിച്ചെടുക്കണം. പിന്നെ സ്പോക്കറ്റ് നെട്ട് ആഫാക്സിലും ഒരു നെട്ടും അഴിച്ചെടുക്കണം. റിയർ സ്പോക്കറ്റ് അഴിച്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് പല്ലും ഒരുവിധം ടീത്ത് കംപ്ലീറ്റ് പൊട്ടിയിട്ടുണ്ട്. നമുക്കതിൻ്റെ സൈലൻസർ ഒന്ന് അയച്ചെടുക്കാം. സൈലൻസർ കഴിഞ്ഞാൽ കിക്കറും അതുപോലെ തന്നെ ബൂട്ട് റെസ്റ്റ്, ഫ്രണ്ട് ബൂട്ട് റെസ്റ്റ് അഴിച്ചെടുക്കാം. എൻജിൻ്റെ ഡ്രൈനട്ടൊന്ന് അഴിച്ചെടുക്കണം. മാഗ്നറ്റിക് കേസിൻ്റെ എല്ലാ ബോൾട്ടും അഴിക്കണം. ഫ്രണ്ട് സ്പോക്കറ്റിൻ്റെ ലോക്കും റിയർ ചെയിൻ്റെ ലോക്കും അഴിച്ചെടുത്ത് ചെയിന് പുറത്തെടുക്കാം. ഫ്രണ്ട് സ്പോക്കറ്റ് അതിൻ്റെ ബോക്സ് വെച്ച് നമുക്കൊന്ന് അഴിച്ചെടുക്കണം. ബോക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഗണ്ണ് വെച്ച് വന്ന് അഴിക്കാം. ലോക്ക് വാഷറാണത്, ഫ്രണ്ട് സ്പോക്കറ്റ്. അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം കംപ്ലീറ്റ്. ഇതിൻ്റെ ചെയിൻ പേഡാണ്. ചെയിൻ പേഡ് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മാറ്റണം. മറ്റേ ചെയിൻ സ്പോക്കറ്റിൻ്റെ ലൈഫ് ഉണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ തന്നെ ബാക്ക് സ്പോക്കറ്റിൻ്റെ ബെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ബെയറിങ് മാറ്റണം. പുതിയ സ്പോക്കറ്റാണിത്. അതിൽ നമ്മൾ പുതിയ ബെയറിങ്ങും ഇട്ടിട്ടുണ്ട്. ബെയറിങ്ങിന് അടിയിലായിട്ടൊരു സ്റ്റോപ്പർ വാഷറും ഒരു സ്പേസറും വരും. ബ്രേക്കിൻ്റെ ക്യാം ടൈറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ക്യാം ജാം ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കണം. അതുപോലെ തന്നെ നമ്മൾ പുതിയ ബ്രേക്ക് ഷൂ ആണ് ഇടുന്നത്. റിയർ സ്പോക്കറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ചെയിൻ അഡ്ജസ്റ്റ് ഫുൾ ക്ലോസ് ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ചെയിൻ പുതിയതായതുകൊണ്ട് അഡ്ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. ഒരു മിഡിൽ ടൈറ്റ് ചെയ്ത് നിർത്തണം. ചെയിൻ ഇടുമ്പോൾ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ബാക്ക് വീല് നമുക്ക് സെറ്റ് ചെയ്യാം. മെഗാ സ്പേസർ ഉണ്ടാവും. സ്പേസറിൽ ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്യിക്കണം. വീൽ സ്പേസറില്ലാതെ ചെറിയൊരു സ്പേസർ ഉണ്ടാവും.
ആക്സിൽ നമുക്ക് അതിൽ പ്രസ് ചെയ്യണം. റിയർ വീൽ ആക്സിൽ കംപ്ലീറ്റ് കറക്റ്റായി ചെക്ക് ചെയ്ത് കയറണം. അതിൻ്റെ ഫ്രണ്ട് സ്പോക്കറ്റ് ഇടണം. അതിൻ്റെ ലോക്ക് ഇടണം. നെട്ട് ഫ്രണ്ട് നെട്ട് നന്നായിട്ട് ഗണ്ണ് വെച്ച് ടൈറ്റ് ചെയ്യണം. അതൊന്ന് ലോക്കാക്കണം. ലോക്ക് വാഷർ ഒന്ന് പ്രസ് ചെയ്ത് ലോക്കാക്കണം. പുതിയ ചെയിനാണിത്. അതിൻ്റെ ലോക്ക് അയച്ചിട്ട് വേണം നമുക്ക് വണ്ടിയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പുതിയ ചെയിൻ സ്പോക്കറ്റ് വരുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ആമിൻ്റെ പൊസിഷനിലും കാര്യങ്ങളും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. മണ്ണും കാര്യങ്ങളൊന്നും പെടാൻ പാടില്ല. നന്നായിട്ട് ഡീസൽ ഇട്ടിട്ട് കറക്റ്റ് ക്ലീൻ ചെയ്ത് എയർ അടിച്ചതിന് ശേഷം മാത്രമേ പുതിയ ചെയിൻ ഇടാൻ പാടുള്ളൂ. ഇത് മണ്ണ് അതിൽ കുടുങ്ങും. ചെയിൻ്റെ അഡ്ജസ്റ്റ് കറക്റ്റാണെന്ന് നോക്കണം. മാക്സിമം കറക്റ്റ് അഡ്ജസ്റ്റിൽ ചെയിൻ ഇടണം. സ്പോക്കറ്റ് സൈഡത്തെ ചെയിൻ അഡ്ജസ്റ്റും അതുപോലെ തന്നെ വീൽ ആക്സിൽ സൈഡിൻ്റെയും അഡ്ജസ്റ്റ് കറക്റ്റാണോ നോക്കണം. രണ്ടിലും മാർക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരുവിധം മിഡിൽ ടൈറ്റിൽ വെച്ചിട്ട് ചെയ്യണം. ബ്രേക്ക് റോഡിൻ്റെ നെറ്റ് സെറ്റ് ചെയ്യണം. നമുക്കതിൻ്റെ മാഗ്നറ്റിൻ്റെ പാക്കിംഗ് ആണ്. പാക്കിംഗ് ഗ്രീസ് വെച്ചതിന് ശേഷം സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. മെയിൻ്റെ കവറ് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കയറും. സിമ്പിളായിട്ട് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് ബോൾട്ടും നമുക്കൊരു ഫുൾ ടൈറ്റ് ചെയ്യണം. ആദ്യം ഒരു ആവറേജ് ടൈറ്റിൽ പിടിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒന്നിച്ച് ഫുൾ ടൈറ്റ് ചെയ്യണം. കോയിലിൻ്റെ വയറിംഗ് കണക്ഷൻ ഉണ്ട്. ഫ്ലൈവീലിൻ്റെ ചാർജിങ് കോയിലും പിക്കപ്പ് കോയിലും വരുന്ന കണക്ഷൻ രണ്ടും വയറിങ്ങിലേക്ക് ആഡ് ചെയ്യണം. അതിൻ്റെ ബീക്കർ പൈപ്പാണ് എയറിൻ്റെ, അത് കണക്ട് ചെയ്യണം. നേരത്തെ പറഞ്ഞ കോയിലിൻ്റെ പിക്കപ്പ് കോയിലിൻ്റെ കണക്ഷനാണത്. ചാർജിങ്ങിൻ്റെ കണക്ഷനും കറക്റ്റായിട്ട് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം. കിക്കർ നമുക്ക് അതിൻ്റെ പൊസിഷൻ ഉണ്ട്. മാല വിധത്തിലും കൊടുക്കാം. നമ്മൾ അതിൻ്റെ പൊസിഷൻ മാർക്ക് നോക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബൂട്ടർഷൻ സെറ്റ് ചെയ്യണം. സൈലൻസർ എല്ലാ ബോൾട്ടും കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. ആദ്യം ഫ്രണ്ട് സൈഡിൽ ഹെഡിൻ്റെ സൈഡിലാണ് ഫസ്റ്റ് ഫുൾ ടൈറ്റ് ചെയ്യേണ്ടത്. ബാക്കി എന്നിട്ട് ടൈറ്റ് ചെയ്യണം. കംപ്ലീറ്റ്
ഇതോടുകൂടി നമ്മുടെ ഈ ചെയിൻ സ്പോക്കറ്റ് മാറ്റൽ കഴിഞ്ഞു. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. അതിൻ്റെ സിംഗാമിൻ്റെ ബുഷ് ഷേക്ക് ഉണ്ടോ എന്ന് നോക്കണം, വീലിൻ്റെ ബെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം, ചെയിൻ പേഡ് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഈ സംഭവങ്ങൾ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെയിനും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞ് അടുത്തൊരു വീഡിയോയുമായി കാണാം. നമുക്ക് ബൈ.